എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ ലക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന ടോപ്പിക്കിൽ വരുന്ന ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Generally, the organization structure can be classified as the following categories. സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻ സ്ട്രക്ചറുകൾ താഴെ പറയുന്ന രൂപത്തിലാണ് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, കമ്മിറ്റി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, മാട്രിക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എക്സെട്ര. ഇതിൽ +2 തലത്തിൽ പഠിക്കാനുള്ളത് ആദ്യത്തെ രണ്ടെണ്ണമാണ്, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. അതിൽ തന്നെ ആദ്യത്തേത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്നുള്ളതിനെ പറ്റിയാണ് ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ ഫങ്ഷണൽ സ്ട്രക്ചർ. സിമ്പിൾ വേർഡ്സ് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ an organization structure on the basis of functions is called functional structure organization. ഒരു സ്ഥാപനത്തിലെ ഫങ്ഷൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളതിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, തീരുമാനിക്കുന്നതെങ്കിൽ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് പറയുന്ന പേരാണെന്ത്? ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. an organization structure on the basis of functions. Then next point, a functional structure is an organizational design. ഒരു ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ ഡിസൈനാണ്, ഒരു സംഘടനയുടെ ഡിസൈനാണ്, സംഘടന രൂപമാണ്. വെയറിൻ അവിടെ ആ ഡിസൈനിൽ സിമിലർ ഓർ റിലേറ്റഡ് ജോബ്സ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ഇൻ ടു മേജർ ഫങ്ഷൻസ്. ഒരേ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ പരസ്പരം സിമിലർ ഒരേ രൂപത്തിലുള്ള ഓർ റിലേറ്റഡ് പരസ്പരം ബന്ധപ്പെട്ട ജോലികളെല്ലാം ഒരൊറ്റ ഗ്രൂപ്പാക്കി മേജർ ഗ്രൂപ്പാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ മേജർ ഫങ്ഷനാക്കി മേജർ ഹെഡാക്കി തിരിക്കുന്നു. ആൻഡ് ഹാവ് സെപ്പറേറ്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു? ഒരു പ്രധാനപ്പെട്ട സെപ്പറേറ്റായ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റാക്കി രൂപകൽപ്പന ചെയ്യുന്നു, തീരുമാനിക്കുന്നു. ആൻഡ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി ഹാവിങ് എ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്. അങ്ങനെ രൂപീകരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിൻ്റെ ചുമതലയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഒരു സ്ഥാപനത്തിലെ ഒരേ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട ജോലികളെല്ലാം, അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ജോലികളെല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതല്ല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും അതുമായി ബന്ധപ്പെട്ട അതേ സാമ്യമുള്ള ജോലികളെല്ലാം അതൊരൊറ്റ ഗ്രൂപ്പാക്കി ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ അതായത് ഒരേ സ്വഭാവത്തിലുള്ളതും പരസ്പരം ബന്ധപ്പെട്ടതുമായ വ്യത്യസ്ത ജോലികളെല്ലാം ഒരൊറ്റ ഗ്രൂപ്പാക്കി ഒരുമിച്ച് കൂട്ടി ഒരു മേജർ ഫങ്ഷനാക്കി ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കി ഗ്രൂപ്പാക്കി തിരിക്കുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഒരു മാനേജറുടെ ചുമതലയിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത ഫങ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളാക്കി ഡിസൈൻ ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി രൂപകൽപ്പന ചെയ്തുണ്ടാക്കുന്ന ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണെന്ത്? ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഉദാഹരണം പരിശോധിച്ച് നോക്കാം. ഇൻ എ മാനുഫാക്ചറിംഗ് ഫേം, പ്രൊഡക്ഷൻ, പർച്ചേസ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ് ആൻഡ് പേഴ്സണൽ മേ ബി ദ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻസ്. അതായത് മാനുഫാക്ചറിംഗ് ഫേമിൽ, അതായത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ് ഫേമിൽ അവിടെ പ്രധാനമായിട്ടുണ്ടെന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊഡക്ഷൻ, സാധനം ഉൽപ്പാദിപ്പിക്കുന്നു, പർച്ചേസ്, റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, മാർക്കറ്റിംഗ്, ഫൈനാൻസ് ആൻഡ് പേഴ്സണൽ, അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസും. ഇത്തരം ഫംഗ്ഷൻസാണ് അവിടെ പ്രധാനമായിട്ടുണ്ടാവുക. ആ സ്ഥാപനത്തിലെ മൊത്തം ഫംഗ്ഷനുകളെ ഇത്തരം ഈ പ്രൊഡക്ഷൻ, പർച്ചേസ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ് ആൻഡ് പേഴ്സണൽ ഈ 5 ഹെഡായിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമുക്ക് ഗ്രൂപ്പാക്കി തിരിക്കാം. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ, ആ മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിലുണ്ടാകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും എന്തായിരിക്കും? ഈ 5 ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും. ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും ഈ 5 ഡിപ്പാർട്ട്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫങ്ഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. സാധാരണ പരീക്ഷയ്ക്ക് ഇത് തന്നിട്ട്, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് അതേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇനി ഫങ്ഷണൽ സ്ട്രക്ചറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വരച്ച് വെക്കാവുന്നതുമായ ഒരു പിക്ചറാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പിൽ ജനറൽ മാനേജർ, സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ,
അതിനുശേഷം ആ സ്ഥാപനത്തിലെ ഫംഗ്ഷനുകളെ സാധാരണഗതിയിൽ 5 ഫംഗ്ഷനുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനുകൾക്ക് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്താലുള്ള രൂപം. ഇനി ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ മറ്റൊരു പിക്ചറാണ്, മറ്റൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ ഏറ്റവും ടോപ്പിൽ ജനറൽ മാനേജറിൽ മാനേജിംഗ് ഡയറക്ടർ, അത് CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നൊക്കെ പറയാം. അതിനുശേഷം ഇവിടെ 4 ഫംഗ്ഷനുകളാണുള്ളത് ഈ സ്ഥാപനത്തിൽ: പ്രൊഡക്ഷന്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ മാനേജർ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഫൈനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പേഴ്സണൽ മാനേജർ. ഇങ്ങനെ 4 മേജറായിട്ട് തരംതിരിച്ചു. അതിനുശേഷം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വീണ്ടും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനെ, ഫംഗ്ഷൻസിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പാക്കി തിരിച്ചു, സ്ട്രക്ചറാക്കി തിരിച്ചു. അതാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് താഴെ, മാർക്കറ്റിംഗ് മാനേജർ താഴെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസുമായി ബന്ധപ്പെട്ടതെല്ലാം ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റ്, കസ്റ്റമർ കെയർ സർവീസുമായി ബന്ധപ്പെട്ടതെല്ലാം ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ വെറും ഫംഗ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ലെവലുകളായിട്ട്, ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഒരു ഓർഗനൈസേഷൻ തന്നെ രൂപകൽപ്പന നൽകുകയാണെങ്കിൽ, സ്ട്രക്ചർ തീരുമാനിക്കുകയാണെങ്കിൽ, ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, അത്തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് പറയുന്ന പേര്, അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻസ് ഈസ് കോൾഡ് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ്, ഹെഡിങ് ആണ് സ്യൂട്ടബിലിറ്റി. അത് ഏത്തരം സന്ദർഭങ്ങളിലാണ് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് ഈ ഒരു ഘടന സ്യൂട്ടബിൾ ആവുന്നത്, ഏറ്റവും അനുയോജ്യമാവുക എന്നുള്ളതാണ്. ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറഞ്ഞ സന്ദർഭങ്ങളെല്ലാം ഫങ്ഷണൽ സ്ട്രക്ചറാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളത്. അതിൽ വെൻ ദ സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് ലാർജ്, ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ, വൻകിട ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ഏറ്റവും നല്ലത് ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ്. ബി, ഫേംസ് ഹാവിങ് ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ്, അതായത് വൈവിധ്യങ്ങളായ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുള്ള സ്ഥാപനങ്ങൾ. വ്യത്യസ്തങ്ങളായ ഒന്നിലധികം പ്രവർത്തനങ്ങളുള്ള പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഫൈനാൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ഡൈവേഴ്സിഫൈഡ് ആയ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഫങ്ഷണൽ സ്ട്രക്ചറാണ് അനുയോജ്യം. സി, എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഈസ് റിക്വയർഡ്, അതായത് വൈദഗ്ധ്യവൽക്കരണം, അതായത് ഉയർന്ന ഡിഗ്രിയിലുള്ള വൈദഗ്ധ്യവൽക്കരണം, സ്പെഷ്യലൈസേഷൻ ആവശ്യമുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്കും ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പതിവ് പോലെ തന്നെ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട, അതായത് ഫങ്ഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിലൊരു ക്വസ്റ്റ്യൻ: മേഘ പ്രൈവറ്റ് ലിമിറ്റഡ്, എ സോപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി, ഹാസ് പ്രൊഡക്ഷൻ, പർച്ചേസ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് യൂസിങ് ബൈ ദം? റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. ഇതാണ് ചോദ്യം. അതായത് നമ്മൾ ഉദാഹരണത്തിന് മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെയാണ്, അതേ വേർഡിങ്സ് തന്നെയാണ്. അതായത് സോപ്പ് നിർമ്മാണ കമ്പനിയായ മേഘ പ്രൈവറ്റ് ലിമിറ്റഡിന് അവർക്ക് പ്രൊഡക്ഷൻ, പർച്ചേസ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും ഫങ്ഷൻസാണ് അവരുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഫങ്ഷൻസ്, ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുമാണ് അവരുടെ കീഴിലുള്ളതെങ്കിൽ ഏത് തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ 2 അഡ്വാൻറ്റേജസും എഴുതാനാണ് പറയുന്നുള്ളത്. നമുക്കറിയാം ഫങ്ഷൻസായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട്, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഇതിൻ്റെ ആൻസർ. അതിൻ്റെ 2 അഡ്വാൻറ്റേജസാണ് എഴുതാനുള്ളത്. അത് അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ ഇതിന് ശേഷമുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു ചോദ്യം: മെട്രോ ലിമിറ്റഡ് engaged in the production of soap and it has purchase, production, marketing and finance departments. മറ്റൊരു കമ്പനി, അതുപോലെ തന്നെ മറ്റൊരു കമ്പനി, നേരത്തെ ഉള്ള അതേ മോഡൽ ചോദ്യം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അവർ സോപ്പ് നിർമ്മാണ കമ്പനിയാണ്, അവർക്ക് 4 ഡിപ്പാർട്ട്മെൻറ്റാണ്. നേരത്തെ 5 ഇവിടെ 4 എണ്ണമുള്ളത്. ഏതൊക്കെയാണ്? പർച്ചേസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫൈനാൻസ്. ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അവരുടെ കീഴിലുള്ളത്. എന്നിട്ട് 2 ക്വസ്റ്റ്യനാണ് അതിൻ്റെ സബ്ബായിട്ടുള്ളത്. ഫസ്റ്റ്, എ, സജസ്റ്റ് എ സൂട്ടബിൾ
ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഈ സ്ഥാപനത്തിന് അനുയോജ്യമായ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യുക. നമുക്കറിയാം ഫംഗ്ഷൻ പ്രൊഡക്ഷൻ അത്തരം ഫംഗ്ഷനുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്, ഫംഗ്ഷണൽ സ്ട്രക്ചറാണ് ഇതിന് സ്യൂട്ടബിൾ. ഒന്നാമത്തെ ആൻസറായി. ദെൻ ബി, സ്റ്റേറ്റ് എനി 2 മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇവിടെയും ചോദ്യം വന്നിട്ടുണ്ട്. അത് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറായി ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ 2 മെറിറ്റുകളും 2 ഡീമെറിറ്റുകളും എഴുതാനാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെറിറ്റും ഡീമെറിറ്റും നമ്മളതാണ് അടുത്ത ലെക്കത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അനദർ ക്വസ്റ്റ്യൻ. ഡ്രോ എ ചാർട്ട് ഷോയിങ് ദ ഫംഗ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇവിടെ ഫംഗ്ഷണൽ സ്ട്രക്ചറിൻ്റെ ചാർട്ട് വരക്കാനാണ്. നമ്മൾ ഇന്നത്തെ ടോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു, 2 ചാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വരച്ച് വെക്കാം. ഏറ്റവും ആദ്യത്തെ ആയിരിക്കും, അതാണ് ഏറ്റവും സിമ്പിൾ. ഏറ്റവും സിമ്പിളായത് വരച്ചാൽ മതി. ഇന്നത് മോഡൽ വരക്കണം എന്ന് പറയുന്നില്ല, അതുകൊണ്ട് ഏറ്റവും സിമ്പിളായത് വരച്ച് വെക്കുക. വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൂടെ പറയണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൊട്ട് മുമ്പ് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി, സോപ്പ് നിർമ്മാണ കമ്പനിയുടെ പേര് പറയാം. അവിടെ 4 ഡിപ്പാർട്ട്മെൻറ്റ്, 4 or 5 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇന്നതാണെന്ന് പറയാം. പർച്ചേസ്, പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പറയാം. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. അനദർ ക്വസ്റ്റ്യൻ. മനു അസോസിയേറ്റ്സ് ഈസ് എ കമ്പനി വിത്ത് സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളോട് കൂടിയ ഒരു കമ്പനിയാണ് മനു അസോസിയേറ്റ്സ്. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നത് ലൈക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. Suggest a suitable form of organization structure to them and suggest 2 merits of which. ആ മനു അസോസിയേറ്റിന് അനുയോജ്യമായ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണ് സജസ്റ്റ് ചെയ്യണം. അതിൻ്റെ 2 മെറിറ്റുകൾ എഴുതണം. നമുക്കറിയാം പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെയുള്ള ഫംഗ്ഷൻസ് ആണതുകൊണ്ട് ഫംഗ്ഷണൽ സ്ട്രക്ചറാണ് ഏറ്റവും സ്യൂട്ടബിളായ സ്ട്രക്ചർ. ഞാൻ അതിൻ്റെ 2 മെറിറ്റുകൾ എഴുതണം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ പറഞ്ഞ പോലെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫംഗ്ഷണൽ സ്ട്രക്ചറിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തെല്ലാം എന്നുള്ളതാണ്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയാശംസകളും നേരുന്നു.